പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ എക്കാലത്തെയും മികച്ച റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഫുൾ റിവ്യൂ ആണ്. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്നത് സ്റ്റെഫനി മിക്മാൻ റോയൽ റംബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റ് കാണിച്ചുകൊണ്ടാണ്. ബിഗസ്റ്റ് റോയൽ റംബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് റോയൽ റംബിൾ തുടക്കം കുറിക്കുന്നു. പിന്നീട് നമുക്ക് ആദ്യം കാണാൻ സാധിച്ച മത്സരം വുമൻസിൻ്റെ റോയൽ റംബിൾ മത്സരമായിരുന്നു. ആദ്യത്തെ റെസ്ലറായിട്ട് വന്നത് ഇയോ സ്കായും ലിവ് മോർഗനുമായിരുന്നു. ഇനിയൊരു ഫൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ മത്സരം ആരംഭിക്കുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് NXT മുൻ NXT വുമൻസ് ചാമ്പ്യനായിരുന്ന റോക്സിനി പെരസ് വരുന്നുണ്ട്. റോക്സിനി പെരസിൻ്റെ ഭാഗത്തു നിന്നും കിടിലൻ പെർഫോമൻസ് ഒക്കെ, നല്ല ഹൈ ഫ്ലൈ മൂവ്സ്, അതുപോലെ തന്നെ കാണികളെ എനർജറ്റിക് ആക്കുന്ന ഒരു പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് വുമൻസിൻ്റെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ലൈറ വാൽക്കീരിയയുടെ എൻട്രിയാണ് നാലാമതായി കാണാൻ സാധിച്ചത്. ലൈറയുടെ ഭാഗത്തു നിന്ന് നല്ല കിടിലൻ പെർഫോമൻസ് കാണാൻ സാധിച്ചു. പിന്നീട് വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ചെൽസി ഗ്രീൻ വന്നു. ചെൽസി ഗ്രീൻ്റെ ക്യാരക്ടർ വളരെ എനർജറ്റിക്കും അതുപോലെ തന്നെ നല്ല രസമുള്ളതുമായതുകൊണ്ട് തന്നെ ചെൽസി ഗ്രീൻ്റെ ഒരു പ്രകടനം, അതുപോലെ തന്നെ താനാണ് ഇതിൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള താരത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് അത് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. കൂടാതെ ചെൽസി ഗ്രീനെ ഈ 4 റെസ്ലേഴ്സ് ചേർന്ന് ആക്രമിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരു മൊമെൻറ്റ് കാണിച്ചു നിൽക്കുന്ന സമയത്ത് 6ാമത്തെ റെസ്ലറായി കൊണ്ടുവന്നത് ബി ഫാബ് ആണ്. ബി ഫാബ് മറ്റേ റെസ്ലേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ റിങ്ങിൽ വലിയ ടാലൻ്റ് ഉള്ള ഒരു റെസ്ലറായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും വന്ന ഉടനെ തന്നെ 1-2 കിടിലൻ മൂവ്സൊക്കെ ചെയ്തിട്ട് മത്സരം കയ്യിലാക്കാൻ നോക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് അവിടെ IV നൈലിനെയാണ് കാണാൻ സാധിച്ചത്. IV നൈലിൻ്റെ ഒരു എൻട്രി, IV നൈൽ വന്നിട്ട് കുറച്ചധികം പവർ ബോംബ്സ് അവിടെ യൂസ് ചെയ്യുന്നതായി കാണാൻ സാധിച്ചു. പിന്നീട് ഇതുവരെ ഒരു റെസ്ലറും എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നീട് അങ്ങോട്ടേക്ക് ജോയ് സ്റ്റാർക്കിൻ്റെ ഒരു എൻട്രി കാണാൻ സാധിച്ചു. ജോയ് സ്റ്റാർക്കിൻ്റെ ഭാഗത്തു നിന്നും ഹൈ ഫ്ലൈങ് തലത്തിലുള്ള മൂവ്സ് കാണാൻ സാധിച്ചു. ഇങ്ങനെ എല്ലാവരും നല്ല ഒരു എനർജറ്റിക് പെർഫോമൻസ് തന്നെ ആയിരുന്നു ഈ ഒരു വുമൻസ് റോയൽ റംബിളിൽ കാഴ്ചവെച്ചത്. പിന്നീട് ഒരു സർപ്രൈസ് എൻട്രി ആയി നമുക്ക് കാണാൻ സാധിച്ചത് ലാഷ് ലെജൻഡ് എന്ന് പറയുന്ന NXT സൂപ്പർ സ്റ്റാറിൻ്റെ വരവാണ്. ലാഷ് ലെജൻഡ് വന്നു. ആ താരമായിരുന്നു ഇപ്പോൾ റിങ്ങിൽ അവശേഷിക്കുന്ന റെസ്ലേഴ്സിൽ നിന്ന് കുറച്ചും കൂടി പവർ ഹൗസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മൂവ്സ് ആയിരുന്നു ലാഷ് ലെജൻഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. പിന്നീട് ലാഷ് ലെജൻഡ് വന്ന ഉടനെ തന്നെ ബി ഫാബിനെ എലിമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ബി ഫാബാണ് ആദ്യം എലിമിനേറ്റ് ചെയ്യുന്നത് ചെൽസി ഗ്രീൻ ആണ്. ലാഷ് ലെജൻഡ് വന്നു എന്നുണ്ടെങ്കിൽ ചെൽസി ഗ്രീൻ ആണ് ഒരു എലിമിനേഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. പിന്നീട് ബിയാങ്ക ബെലേറിൻ്റെ ഒരു എൻട്രി നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ബിയാങ്ക ബെലേറിൻ്റെ എൻട്രി, പിന്നെ ബിയാങ്ക ബെലേറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരിക്കും. നല്ല എനർജറ്റിക് ആണ്, മുൻ റോയൽ റംബിൾ വിന്നറാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു പ്രകടനം ബിയാങ്ക ബെലേറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ഷെയ്ന ബേസ്ലറിനെ കാണാൻ സാധിച്ചു. ജോയ് സ്റ്റാർക്കും ഷെയ്ന ബേസ്ലറും ചേർന്നുകൊണ്ടുള്ള ഒരു ടീം വർക്കുകളൊക്കെ അവർ ചെയ്യുന്നതായി കാണാൻ സാധിച്ചു. പിന്നീട് അവിടെ ലൈറ വാൽക്കീരിയ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതായി കാണാൻ സാധിച്ചു. പിന്നീട് ബെയ്ലിയുടെ ഒരു എൻട്രി കാണാൻ സാധിച്ചു. കഴിഞ്ഞ വർഷത്തെ വുമൻസ് റോയൽ റംബിളിൽ വിജയിച്ച ബെയ്ലി വരുന്നു. ബെയ്ലിയും ഇയോസ്കായും തമ്മിലുള്ള ചെറിയൊരു മൊമെൻറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് പിന്നീട് സോണിയ ഡേവിൽ വരുന്നതും പിന്നീട് പ്യുവർ ഫ്യൂഷൻ കളക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷൻ്റെ ആധിപത്യവുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോണിയ ഡേവിൽ, ജോയ് സ്റ്റാർക്ക്, ഷെയ്ന ബേസ്ലർ തുടങ്ങിയവർ മറ്റുള്ള റെസ്ലേഴ്സിനെ, ചെൽസി അടക്കമുള്ള റെസ്ലേഴ്സിനെ ആക്രമിക്കുന്നതായി, അവർ ടീമായി ആക്രമിക്കുന്നതായി കാണാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് മെക്സിനി ഡുപ്രി വരുന്നുണ്ടായിരുന്നു. മെക്സിനി ഡുപ്രിയും IV നൈലും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ IV നൈലിനെ മെക്സിനി ഡുപ്രി പുറത്താക്കി. അപ്പോൾ തന്നെ ഇവർ ഈ പ്യുവർ ഫ്യൂഷൻ കളക്റ്റീവ് എന്ന് പറയുന്ന ഫാക്ഷൻ മെക്സിനി ഡുപ്രിയെയും അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് ഷെയ്ന ബേസ്ലറിനെയും സോണിയ ഡേവിലിനെയും ജോയ് സ്റ്റാർക്കിനെയും ഈ വുമൻസ് റോയൽ റംബിൾ മത്സരത്തിൽ നിന്ന് ബിയാങ്ക ബെലേറും ഇയോസ്കായും ബെയ്ലിയും ചേർന്ന് ഒരേ സമയത്ത് 3 ഭാഗത്തിലൂടെ പുറത്താക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ മത്സരം മുന്നോട്ട് പോകുന്ന സമയത്ത് അടുത്ത ഒരു സർപ്രൈസ് എൻട്രി, അത് NXTയിൽ പുതുതായി വന്നിരിക്കുന്ന ജെയ്ഡ പാർക്കർ ആയിരുന്നു. ജെയ്ഡ പാർക്കർ വന്നിട്ട് ആ താരത്തിൻ്റെ കയ്യിലുള്ള കുറച്ച് മൂവ്സ് ഒക്കെ ചെയ്യുന്നു. ലാഷ് ലെജൻഡും ജെയ്ഡ പാർക്കറും NXTയിൽ നിന്ന് വന്ന ആ ഒരു സർപ്രൈസ് എൻട്രൻറ്റുകൾ അവർ റിങ്ങിൽ കുറച്ച് ആധിപത്യം നേടി നിൽക്കുന്ന ഒരു സമയത്താണ് പൈപ്പർ നെവൻ്റെ ഒരു എൻട്രി നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. പൈപ്പർ നെവൻ വന്നപ്പോൾ ചെൽസി ഗ്രീന് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം പൈപ്പർ നെവൻ ചെൽസി ഗ്രീൻ്റെ ഒരു സീക്രട്ട് ഏജൻറ്റ്, ഒരു മാനേജർ പോലെ നിൽക്കുന്ന ഒരു റെസ്ലറാണ്, ടാഗ് ടീം പാർട്ണറാണ്. അപ്പോൾ ഈ നയോമി, ബിയാങ്ക ബെലേർ തുടങ്ങിയവരൊക്കെ ഈ ചെൽസി ഗ്രീനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ പൈപ്പർ നെവൻ വന്നത് ചെൽസി ഗ്രീന് വലിയ സഹായമാകും എന്ന് തോന്നി. പക്ഷേ മനഃപൂർവ്വമല്ലാതെ പെട്ടെന്ന് ചെൽസി ഗ്രീനെ പൈപ്പർ നെവൻ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ചെൽസി ഗ്രീൻ ആ ഒരു ഏപ്രോണിൽ നൽകുന്ന സമയത്ത് ഓടി വരുന്ന പൈപ്പർ നെവൻ നേരെ പോയിട്ട് അടിക്കുന്നത് ചെൽസി ഗ്രീൻ്റെ മേത്താണ്. ചെൽസി ഗ്രീൻ അപ്പോൾ തന്നെ റിങ്ങിൻ്റെ പുറത്തേക്ക് വിടുന്നു, എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. മനഃപൂർവ്വമല്ല എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നീട്
വലിയൊരു സർപ്രൈസ് ജോർദൻ ഗ്രേസ് ആയിരുന്നു. ഇത് വലിയൊരു സർപ്രൈസ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം WWE പ്രസിഡൻ്റായ നിക് ഗാൻ തന്നെ ഇത് ഇൻ്റർവ്യൂകളിലൂടെ പറഞ്ഞിരുന്നു ജോർദൻ ഗ്രേസ് WWEയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ജോർദൻ ഗ്രേസ് വന്നു. ജോർദൻ ഗ്രേസിൻ്റെ TNA ഹിസ്റ്ററി അല്ലെങ്കിൽ കരിയർ ഫോളോ ചെയ്തവർക്കറിയാം താരം എത്രത്തോളം മികച്ച റെസ്ലറാണ് എന്നുള്ളത്. ആ ഒരു പ്രകടനം തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. പൈപ്പർ നെവനെയൊക്കെ ഷോൾഡറിൽ എടുത്ത് പൊക്കിക്കൊണ്ട് ആ ഡെത്ത് വാലി ഡ്രൈവറൊക്കെ ചെയ്യുന്നത് വളരെ പുഷ്പം പോലെ ചെയ്തു പോകുന്ന ജോർദൻ ഗ്രേസിൻ്റെ ഒരു മൊമെൻ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നയോമിയും ജോർദൻ ഗ്രേസും തമ്മിലുള്ള ഹിസ്റ്ററി നമുക്ക് TNA റെസ്ലിംഗ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. ഇരുവരും ഹഗ് ചെയ്യുന്നതായി കാണാൻ സാധിച്ചു. പക്ഷേ ഇത് ഇഷ്ടപ്പെടാതെ വന്ന ബിയാങ്ക ബെലേർ ജോർദൻ ഗ്രേസിൻ്റെ മുടി പിടിച്ച് വലിച്ച് ഇടുന്നുണ്ട്. നയോമിയും പിന്നീട് ബിയാങ്ക ബെലേറും പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയില്ല. ഇരുവരും ടീമായിക്കൊണ്ട് ആ ഒരു മൂവ്സൊക്കെ ചെയ്ത് പിന്നീട് മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കാണാൻ സാധിച്ചത്. വുമൻസ് റോയൽ റംബിളിലെ വലിയൊരു സർപ്രൈസ്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പോയിന്റ് അലക്സ ബ്ലിസിൻ്റെ എൻട്രി ആയിരുന്നു. 21ാമത്തെ റെസ്ലർ ആയിക്കൊണ്ടാണ് അലക്സ ബ്ലിസ് വന്നത്. അലക്സ ബ്ലിസിൻ്റെ ആ ഒരു എൻട്രി, അലക്സ ബ്ലിസിൻ്റെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. അലക്സ ബ്ലിസ് ഫീൻഡിൻ്റെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ഡോളൊക്കെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് അലക്സ ബ്ലിസിൻ്റെ ആ ഒരു എൻട്രി അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റോറി തന്നെയായിരിക്കും ഭാവിയിലും ഇനി തുടർന്നുള്ള വീക്കിലി എപ്പിസോഡിലും അലക്സ ബ്ലിസിന് കൊടുക്കാൻ പോകുന്നത്. അലക്സ ബ്ലിസ് വന്നു, താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ റെസ്ലർ വരുമ്പോൾ ചെയ്ത കുറച്ച് മൂവ്സ് അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബെയിലിയുമായിട്ട് ചെറിയൊരു ഫൈറ്റൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അലക്സ ബ്ലിസും വന്നു. പിന്നീട് ഫൈറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ്. പിന്നീട് 12 റെസ്ലേഴ്സാണ് ആ ഒരു സമയത്ത് റിങ്ങിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നത്. 10 പേര് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ പോകുന്ന സമയത്ത് പിന്നീട് വന്നത് NXTയിൽ നിന്നുള്ള സ്റ്റെഫിനി വേക്കർ ആയിരുന്നു. സ്റ്റെഫിനി വേക്കർ വന്നു. താരത്തിൻ്റെ ഹൈ ഫ്ലൈ മൂവ്സ് താരം ഉപയോഗിക്കുന്നു. താരം നട്ടാലിയ പോലെയുള്ള വെറ്ററൻ റെസ്ലേഴ്സിനെയൊക്കെ ആക്രമിക്കുന്നുണ്ട്. മറ്റൊരു സർപ്രൈസ് പിന്നീട് 25ാമത്തെ എൻട്രിയായി കാണാൻ സാധിച്ചത് ഹോൾ ഓഫ് ഫെയിമറായ ട്രിഷ് സ്ട്രാറ്റസിൻ്റെ എൻട്രി ആയിരുന്നു. ട്രിഷ് വന്ന് കുറച്ച് മൂവ്സൊക്കെ ചെയ്യുന്നു. ട്രിഷിനെ പോലെയുള്ള ഒരു വെറ്ററൻ റെസ്ലർ വരുന്നത് അത് WWE വുമൻസ് ഡിവിഷന് കുറച്ച് സഹായമായേക്കും. അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നീട് നമുക്ക് റെഗിൽ റോഡ്രിഗസിൻ്റെ ഒരു എൻട്രി കാണാൻ സാധിച്ചു. റെഗിൽ റോഡ്രിഗസ് വരുന്നു. പിന്നീട് നട്ടാലിയയൊക്കെ പുറത്താക്കുന്നത്, അലക്സ ബ്ലിസിനെ പുറത്താക്കുന്നത് ലിവ് മോർഗൻ ആയിരുന്നു. ഇതുവരെ തമ്മിലുള്ള ഒരു സ്റ്റോറി നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. 7ാമത്തെ എൻട്രിയായി നമുക്ക് കാണാൻ സാധിച്ചത് ഷാർലറ്റ് ഫ്ലെയറിനെയാണ്. ഷാർലറ്റ് ഫ്ലെയർ വരുന്നു. ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് പിന്നീട് ഉടനീളം അങ്ങോട്ടേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷാർലറ്റ് കുറച്ചും കൂടി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് ആ എൻട്രിക്ക് ശേഷം കാണാൻ സാധിച്ചു. താരം നല്ലപോലെ മെലിഞ്ഞിട്ടുണ്ട്, ബോഡി കുറച്ചും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ജോർദൻ ഗ്രേസും ഷാർലറ്റ് ഫ്ലെയർ തമ്മിലുള്ള കുറച്ച് പഞ്ചുകളും ഒരു കിക്കുകളും ഒക്കെ കാണാൻ സാധിച്ചു. പിന്നീട് NXTയുടെ വുമൻസ് ചാമ്പ്യനായ ജൂലിയയുടെ എൻട്രി ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ജൂലിയ വന്നിട്ട് ജോർദൻ ഗ്രേസിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ജോർദൻ ഗ്രേസിനെയും കൂടി എലിമിനേറ്റ് ചെയ്യുന്നതോടുകൂടി ജോർദൻ ഗ്രേസും ജൂലിയയും തമ്മിലുള്ള ഒരു സ്റ്റോറി NXTയിൽ ചിലപ്പോൾ വന്നേക്കാം എന്നുള്ളൊരു സംശയം കൂടി ബാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നീട് അവിടെ ഓൾഡ് NXTയിൽ നിന്ന് വന്ന റെസ്ലേഴ്സ്, അതായത് ബെയ്ലി, ബിയാങ്ക ബെലേർ, ഷാർലറ്റ് ഫ്ലെയർ, അവർ പുതിയ NXTയിലെ റെസ്ലേഴ്സായ റോക്സിനി പെരസ്, ജൂലിയ സ്റ്റെഫിനി വേക്കറുമായിട്ട് ഫേസ് ടു ഫേസ് വരുന്നതും ഈ 6 വുമൺ റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് 29ാമത്തെ എൻട്രി ആയി കാണാൻ സാധിച്ചത് നയ ജാക്സിനെയാണ്. നയ ജാക്സ് വന്ന ഉടനെ തന്നെ റിങ്ങിൽ കയറുന്നതിന് മുൻപ് സെലീന വെഗയെ പിടിച്ച് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് നയ ജാക്സ് റിങ്ങിലേക്ക് കയറുന്നു. നയ ജാക്സ് എന്ന് പറയുന്നത് പവർ ഹൗസ് റെസ്ലറാണ്. ആ ഒരു റെസ്ലർ റിങ്ങിലേക്ക് എത്തിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറേയധികം റെസ്ലേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ സ്ട്രീറ്റ് സ്റ്റാറ്റസ് പോലെയുള്ള ഹോൾ ഓഫ് ഫെയിമറിനെയും നയ ജാക്സ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. 30ാമത്തെ എൻട്രി ആയിട്ട് വന്നത് വളരെ സർപ്രൈസ് ആയിട്ടുള്ള, വർഷങ്ങൾക്ക് ശേഷം തിരികെ വരുന്ന നിക്കി ബെല്ലയായിരുന്നു. നമ്മുടെ എല്ലാ റിപ്പോർട്ടുകളും ശരിയാകുന്ന രീതിയിലുള്ള ഒരു വുമൻസ് റോയൽ റംബിൾ മത്സരം തന്നെയാണ് നമുക്ക് തുടക്കത്തിലേ കാണാൻ സാധിച്ചത്. നിക്കി ബെല്ല വരുന്നു. നിക്കി ബെല്ലയുടെ ഭാഗത്ത് നിന്ന് 1-2 കിടിലൻ മൂവ്സൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നിക്കി ബെല്ലയും റിങ്ങിലേക്ക് വന്നതിന് ശേഷം ഒരു കൂട്ട എലിമിനേഷൻ നടക്കുന്നുണ്ട്. നയ ജാക്സിൻ്റെ പേരിലേക്ക് ഒരു 4 എലിമിനേഷൻ വരുന്നുണ്ട്. അതായത് സ്റ്റെഫിനി വേക്കർ, അതുപോലെ തന്നെ മോർഗൻ അടക്കമുള്ള റെസ്ലേഴ്സ്, ബിയാങ്ക ബെലേർ, നയോമി, ഇവരെയൊക്കെ നയ ജാക്സ് പുറത്താക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ റെസ്ലേഴ്സിൻ്റെ എണ്ണം ഒറ്റയടിക്ക് കുറയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റിങ്ങിൽ കുറച്ച് റെസ്ലേഴ്സ് മാത്രം അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് ഷാർലറ്റ് ഫ്ലെയർ, റോക്സിനി പെരസ്, ജൂലിയ തുടങ്ങിയവർ ഏപ്രോണിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ബെയ്ലിയെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിക്കി ബെല്ലയൊക്കെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നയ ജാക്സ് കുറേയധികം റെസ്ലേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നു. പിന്നീട് ആ ഒരു റിങ്ങിൽ അവശേഷിക്കുന്നത് നയ ജാക്സ്, റോക്സിനി പെരസ്, ഷാർലറ്റ് ഫ്ലെയർ 3 താരങ്ങളാണ്. അതിൽ നയ ജാക്സ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. റോക്സിനി പെരസും ഷാർലറ്റും മാത്രം അവശേഷിക്കുന്നു. റോക്സിനി പെരസിനെയും പെട്ടെന്ന് പുറത്താക്കിക്കൊണ്ട് ഷാർലറ്റ് വുമൻസ് റോയൽ റംബിൾ മത്സരത്തിൽ വിജയിച്ച് 2025 വുമൻസ് റോയൽ റംബിളിൽ വിജയിച്ച് റെസൽമീനിയ 41 മെയിൻ ഇവന്റിലേക്കുള്ള സ്പോട്ടും കരസ്ഥമാക്കുന്നതാണ് കാണാൻ സാധിച്ചത്. വുമൻസ് റോയൽ റംബിളിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ചത് WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ DIY മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് എന്ന ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഇതൊരു
2 ഔട്ട് ഓഫ് 3 ഫോൾസ് മത്സരമായിരുന്നു. കിടിലമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. മത്സരത്തിൽ ജോണി ഗർഗാനോ, ടൊമാസോ ചാമ്പ തുടങ്ങിയവരുടെ ട്രിക്സ് തന്നെയാണ് മത്സരത്തിൽ അവരെ വിജയിപ്പിക്കാനുള്ള ഘടകത്തിലേക്ക് എത്തിയതിൽ ഒന്നാമത്തെ പോയിന്റ്. അതായത് ജോണി ഗർഗാനോയുടെ ടീം ആദ്യം പിൻഫോൾ നേടുന്നത് ടാഗ് കൊടുക്കാതെ ടാഗ് കൊടുത്തു എന്നുള്ള ഒരു സംശയം മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിൽ ഉണ്ടാക്കി. ഈ അവസരത്തിലാണ് അവരുടെ ടാഗ് ടീം ഫിനിഷർ ഇട്ടുകൊണ്ട് DIY ആദ്യ പിൻഫോൾ സ്വന്തമാക്കുന്നത്. പിന്നീട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് അവർ മത്സരത്തിലേക്ക് തിരികെ വന്നു. കിടിലമായിട്ടുള്ള മൂവ്സൊക്കെ ചെയ്ത് അവർ മത്സരത്തിൽ രണ്ടാമത്തെ പിൻഫോൾ അവരുടെ പേരിലാക്കി. അപ്പോൾ 1-1 എന്നുള്ളൊരു സ്കോർ ലൈനിലേക്ക് എത്തി. പിന്നീട് മൂന്നാമത്തെ പിൻഫോൾ ആര് നേടുന്നുവോ അവർ വിജയിക്കും. അതാണ് മത്സരത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. മത്സരം കിടിലമായിട്ട് മുന്നോട്ട് പോകുന്നു. കിടിലമായിട്ടുള്ള ടാഗ് ടീം മൂവ്സ് ഇരു ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയാണ് മാസ്ക് ഒരു ഹുഡിയൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു ആൾ വന്ന് റിങ്ങിൻ്റെ ആപ്രോണിൽ നിൽക്കുന്നുണ്ട്. റഫറിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നു. പെട്ടെന്ന് ഏഞ്ചലോ ഡോക്കിങ്സ് വന്നുകൊണ്ട് ആ ക്രച്ചർ ഉപയോഗിച്ചുകൊണ്ട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിലെ അലക്സ് ഷെലിയെ ആക്രമിക്കുന്നു. ആ ഹുഡി ധരിച്ചു വന്നിട്ടുള്ളത് മോന്റെസ്ഫോർഡ് ആണെന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു സഹായം അത് DIY ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. അതിനുശേഷം DIY എന്ന് പറയുന്ന ടീമിനെയും സ്ട്രീറ്റ് പ്രോഫിറ്റ് ആക്രമിക്കുന്നു. സ്ട്രീറ്റ് പ്രോഫിറ്റ് ഹീൽ ആയിരിക്കുന്നു. അവരുടെ നെക്സ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യാൻ പോകുന്ന ടീം ആണെന്നുള്ളതും റോയൽ റംബിളിലൂടെ കാണിച്ചു തന്നിരിക്കുന്നു. നല്ല സ്റ്റോറി ഡെവലപ്മെൻറ്റ് ടാഗ് ടീം ഡിവിഷനിൽ സ്മാക്ഡൗണിൽ ഇനി പ്രതീക്ഷിക്കാം. മൂന്നാമതായി നമുക്ക് കാണാൻ സാധിച്ച മത്സരം അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഇതൊരു ലാഡർ മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പും വിംഗഡ് ഈഗിൾ ചാമ്പ്യൻഷിപ്പും ലാഡർ മത്സരത്തിൽ ഡിഫെൻഡ് ചെയ്തത് കെവിൻ ഓവൻസിനെതിരെയാണ്. മത്സരം അതികിടിലമായിരുന്നു, ഗംഭീരമായിരുന്നു. രണ്ട് പേരുടെ ഭാഗത്തുനിന്ന് കിടിലൻ പെർഫോമൻസ് കാണാൻ സാധിച്ചു. ലാഡർ എന്ന് പറയുന്ന വെപ്പൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്രൂട്ടൽ ലെവൽ മത്സരം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റ് വെപ്പണുകളൊന്നും മത്സരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മത്സരം പതിയെ പോലെ കിക്കുകളും പഞ്ചുകളും കൂടി ആരംഭിക്കുന്നു. പിന്നീട് ക്രൗഡിൻ്റെ ഇടയിലേക്ക് പോകുന്നു. അവിടെയും കിക്കുകളും പഞ്ചുകളും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. അതിനിടയിൽ റിങ്ങിലേക്ക് കയറി ഇരുവരും രണ്ട് റെസ്ലേഴ്സിന് എതിരെയും ലാഡറിൻ്റെ മുകളിലേക്ക് കുറച്ച് ബ്രൂട്ടൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മൂവ്സ് ചെയ്യുന്നുണ്ട്. ഒരു സ്ലാം, ഒരു കൗണ്ടർ മൂവിലൂടെ കെവിൻ ഓവൻസിനെതിരെ കോഡി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടേൺ ബക്കിളിൽ കയറിക്കൊണ്ടുള്ള ഒരു മൂവ് ലാഡറിൻ്റെ മുകളിലേക്ക് കെവിൻ ഓവൻസ് കോഡി റോഡ്സിനെതിരെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പവർ ബോംബ് ലാഡറിൻ്റെ മുകളിലേക്ക് കോഡി റോഡ്സിനെതിരെ കെവിൻ ഓവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ലാഡറിൻ്റെ മുകളിൽ ഒരു ബ്രൂട്ടൽ ലെവലിൽ അവർ മത്സരം കൊണ്ടുപോയി. പിന്നീട് ഈ പവർ ബോംബ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി കാര്യം സീരിയസ് ആണ് എന്നുള്ളത് റഫറിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ റഫറിയും ഒഫീഷ്യൽസും വന്നിട്ട് റെസ്ലേഴ്സിനെയും ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്ക് സാമി സെയിൻ വരുന്നു. രണ്ടുപേരെയും നോക്കുന്നു. രണ്ടുപേരും സാമി സെയിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ചെക്ക് ചെയ്യുന്നു. കൂടുതലും സാമി സെയിൻ കെവിൻ ഓവൻസിൻ്റെ അടുത്ത് സമയം ചിലവഴിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് കെവിൻ ഓവൻസ്, കോഡി റോഡ്സ് തുടങ്ങിയവർ മത്സരം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആരംഭിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം മത്സരം അവർ പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്. പുറത്തേക്ക് എന്ന് പറയുമ്പോൾ കമൻറ്റേഴ്സ് ടേബിളിൻ്റെ മുകളിലേക്ക്. അവിടെ കമൻറ്റേഴ്സ് ടേബിളിലും റിങ്ങിൻ്റെ ആപ്രോണിലുമായിട്ട് അവരൊരു ലാഡർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സമയത്ത് കെവിൻ ഓവൻസ് ഒരു ലോ ബ്ലോ കോഡി റോഡ്സിനെതിരെ ചെയ്യുന്നു. അതിനുശേഷം പാക്കേജ് പൈൽ ഡ്രൈവർ എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടെ അലബം സ്ലാം എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ട് കൗണ്ടർ ചെയ്യുന്ന കോഡിയുടെ മൂവ്മെൻറ്റാണ് കാണാൻ സാധിച്ചത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ കെവിൻ ഓവൻസിൻ്റെ തല പൊളിഞ്ഞു പോയി എന്ന് തോന്നിപ്പിച്ചു. അതിന് മുൻപേ കെവിൻ ഓവൻസിൻ്റെ തലയിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് കോഡി റോഡ്സ് പിന്നീട് ലാഡർ ഉപയോഗിച്ച് ലാഡർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ബെൽറ്റൊക്കെ വീണ്ടെടുക്കുന്നത് മത്സരം അവസാനിപ്പിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കെവിൻ ഓവൻസ് കുറേയധികം നിമിഷത്തേക്ക് ഇളകാതെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കെവിൻ ഓവൻസിന് വലിയ ഇഞ്ചുറികൾ സംഭവിച്ചോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരുവിധ ഇഞ്ചുറികളും ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റ്സ് ഈ ഒരു റിവ്യൂ വീഡിയോയ്ക്ക് ശേഷം പങ്കുവെക്കുന്നതാണ്. എന്തായാലും കെവിൻ ഓവൻസിൻ്റെ കൂടെ സാമി സെയിനും കൂടി ഇങ്ങനെ നിൽക്കുന്ന കെവിൻ ഓവൻസിൻ്റെ മുഖത്ത് നിന്ന് ചോരയൊക്കെ ഇങ്ങനെ വരുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചുകൊണ്ട് കോഡി റോഡ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് അവരുടെ ഭാഗങ്ങൾ അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. 2025 മെൻസ് റോയൽ റംബിൾ മത്സരമായിരുന്നു റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചത്. തുടക്കത്തിൽ റെയ്മു സ്റ്റുഡിയോ, പെൻഡ തുടങ്ങിയ രണ്ട് ലൂച്ചാഡോറിലെ ഗ്രേറ്റസ്റ്റ് റെസ്ലേഴ്സിനുള്ള ആ ഒരു വരവോട് കൂടിയിട്ടാണ് മത്സരം ആരംഭിക്കുന്നത്. രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. അതിൽ പെൻഡ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് കൈ വിടുന്നില്ല. പിന്നീട് ഇരുവരും തമ്മിലുള്ള ഹൈ ഫ്ലൈ മൂവ്സ് കാണാൻ സാധിച്ചു. അതിനിടയിൽ പെൻഡയുടെ ഭാഗത്തു നിന്ന് കിടിലമായിട്ടുള്ള ഒരു പ്രകടനം, നല്ല നല്ല മൂവ്സൊക്കെ കാണാൻ സാധിച്ചു. കൗണ്ടർ ചെയ്യുന്ന റെയ്മു സ്റ്റുഡിയോയുടെ മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് മത്സരത്തിലേക്ക് ജാഡ് ഗേബിൾ വരുന്നുണ്ട്. ജാഡ് ഗേബിളിന് ഈ രണ്ട് റെസ്ലേഴ്സുമായിട്ട് നല്ലൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അതിനുശേഷം സാൻഡോസ് എസ്കോബാർ വരുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഇടയിലേക്ക് കാർമേലോ ഹെയ്സ് വരുന്നുണ്ട്. കാർമേലോ ഹെയ്സും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഫാസ്റ്റ് പേസ് ആയ മത്സരത്തിലേക്ക് ഓട്ടിസ് കൂടി വരുന്നു. ഓട്ടിസിൻ്റെ ആ ഒരു കാറ്റർപില്ലർ എന്ന് പറയുന്ന മൂവ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ജാഡ് ഗേബിൾ ഒരു സബ്മിഷൻ ഇട്ടിട്ട് ആക്രമിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ച് സമയം ഓട്ടിസും ജാഡ് ഗേബിളും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഫൈറ്റ് ഇവരുടെ ഭാഗത്തു നിന്നും കുറച്ച് മൂവ്സൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ
ബ്രോൺ ബ്രേക്കറെ നമുക്ക് കാണാൻ സാധിച്ചു. ബ്രോൺ ബ്രേക്കർ വന്ന ഉടനെ തന്നെ കർമെലോ ഹെയ്സിനെയൊക്കെ പുറത്താക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരെയൊക്കെ പുറത്താക്കിക്കൊണ്ട് ബ്രോൺ ബ്രേക്കർ അങ്ങനെ വലിയൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അവിടേക്ക് അക്കിറ ടൊസാവയുടെ ഒരു എൻട്രി 8ാമത്തെ റെസ്ലറായിട്ട് വരുന്നുണ്ട്. പക്ഷേ അക്കിറ ടൊസാവയുടെ ഒരു എൻട്രൻസ് സമയത്ത് തന്നെ കർമെലോ ഹെയ്സ് അക്കിറ ടൊസാവ പ്രകയിൽ നിന്ന് ആക്രമിക്കുന്നു. അങ്ങനെ അക്കിറ ടൊസാവയെ റഫറി ചേർന്ന് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു. പകരം ആര് എന്നുള്ളൊരു ചോദ്യം വരുന്ന സമയത്ത് ട്രിപ്പിൾ എച്ച് സ്പീഡിനോട് അക്കിറ ടൊസാവയുടെ റീപ്ലേസ് ആയിട്ട് റിങ്ങിലേക്ക് കയറാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ സ്പീഡ് റിങ്ങിലേക്ക് പോകുന്നു. സ്പീഡ് പോകുന്ന സമയത്ത് ബ്രോൺ ബ്രേക്കർ ഓട്ടിസിനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സ്പീഡ് പോയിട്ട് ബ്രോൺ ബ്രേക്കറെ സഹായിക്കുന്നു. ഓട്ടിസ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ബ്രോൺ ബ്രേക്കർ പിടിച്ച് സ്പീഡിനെ സ്പിയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എടുത്ത് പുറത്തേക്ക് ഇടുന്നു. പുറത്തേക്ക് ഇടുമ്പോൾ എന്ന് പറയുന്നത് ഓട്ടീസിൻ്റെ മേത്തേക്കാണ് ഇടുന്നത്. അപ്പോൾ ഓട്ടീസ് അതിനെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്പീഡിനെ എടുത്ത് കമൻറ്റേഴ്സ് ടേബിളിൻ്റെ പിറകിലേക്ക് ഇടുന്നു. അപ്പോഴാണ് സ്പീഡ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. എന്തായാലും സ്പീഡിനെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് അവർ ഒരു എലിമിനേഷനൊക്കെ കൊടുത്തു. അതിന് ശേഷം ആ താരത്തെ പുറത്താക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്പീഡ് ഇന്നത്തെ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ബാക്ക് സ്റ്റേജ് ഫുള്ള് സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുള്ള ആക്സസ് WWE ഹെഡായ ട്രിപ്പിൾ എച്ച് സ്പീഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് അവിടെ ഷെയ്മസിൻ്റെ ഒരു എൻട്രി കാണാൻ സാധിച്ചു. ഷെയ്മസിൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് ഉടനീളം റോയൽ റംബിളിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആൻഡ്രാഡയുടെ ഒരു എൻട്രി കാണാൻ സാധിച്ചു. ആൻഡ്രാഡയും കുഴപ്പമില്ലാത്ത മത്സരത്തിൽ മുന്നോട്ട് പോയിരുന്നുണ്ടായിരുന്നു. പിന്നീട് പെൻഡ, ആൻഡ്രാഡ, ഷെയ്മസ് ഇവരുടെയൊക്കെ ഒരു ഫൈറ്റ് അതികിടിലമായിരുന്നു. അങ്ങോട്ടേക്ക് ജേക്കബ് ഫാറ്റ് വരുന്നതോട് കൂടിയിട്ടാണ് മത്സരത്തിൻ്റെ ഒരു പേസ് തന്നെ പിന്നെയും മാറുന്നത്. ജേക്കബ് ഫാറ്റ് വരുന്നതോടുകൂടി നമുക്ക് എല്ലാവർക്കും അറിയാം കുറേയധികം റെസ്ലേഴ്സിൻ്റെ ഒരു എലിമിനേഷൻ കാണാൻ സാധിക്കും. താരത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. അങ്ങനെ ജേക്കബ് ഫാറ്റ് വരുന്നു. പെൻഡയുമായിട്ട് ഫേസ് ടു ഫേസ് വരുന്ന ഒരു നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പെൻഡ അതുപോലെ തന്നെ റെസ്ലർ അതിനൊക്കെ എതിരെ 2 റെസ്ലേഴ്സിനെ ഒരേ സമയം ഷോൾഡറിൽ കിടത്തിക്കൊണ്ട് സമോവൻ ഡ്രോപ്പ് എന്ന് പറയുന്ന മൂവ് ജേക്കബ് ഫാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ബ്രോൺ ബ്രേക്കറും ജേക്കബ് ഫാറ്റും ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കവിടെ ലുഡ്വി കൈസറിൻ്റെ ഒരു എൻട്രി കാണാൻ സാധിച്ചു. ലുഡ്വി കൈസർ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ അത് ഓടിയില്ല. കാരണം ലുഡ്വി കൈസർ നല്ലൊരു സമയം നോക്കിക്കൊണ്ട് റിങ്ങിലേക്ക് കയറിയതാണ്. അപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. എന്താ പറയുക, കുറേയധികം ഇങ്ങനെ ചിന്തിച്ച് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രം. ലുഡ്വി കൈസർ വളരെ ടെൻഷനോട് കൂടിയിട്ടും വളരെ ഒരു നിരാശപ്പെടുത്തുന്ന രീതിയിലുമാണ് ആ ഒരു റിങ് വിട്ട് പോകുന്നത്. പിന്നീട് ആദ്യ സർപ്രൈസ് എൻട്രി നമുക്ക് കാണാൻ സാധിച്ചത് ജോ ഹെൻറിയിലൂടെയായിരുന്നു. ജോ ഹെൻറി എന്ന് പറയുന്ന TNA വേൾഡ് ചാമ്പ്യൻ 15ാമത്തെ റെസ്ലറായിട്ട് ഈ റോയൽ റംബിളിൽ വരുന്നു. ജോ ഹെൻറിക്ക് നല്ലൊരു സപ്പോർട്ട് ക്രൗഡിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. താരത്തിന് നല്ലൊരു ക്രൗഡിൻ്റെ സപ്പോർട്ട് മാത്രമല്ല നല്ല മൂവ്സ് ചെയ്യാനുള്ള ഒരു സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ജോ ഹെൻറി കുറച്ച് മൂവ്സൊക്കെ ചെയ്ത് കിടമായിട്ട് നിൽക്കുന്ന സമയത്താണ് OTC റോമൻ റിയൻസിൻ്റെ എൻട്രി 16ാമതായി നമുക്ക് കാണാൻ സാധിച്ചത്. റോമൻ റിയൻസ് റിങ്ങിലേക്ക് വരുന്നു. അതേപോലെ കുറേയധികം റെസ്ലേഴ്സിനെ സ്പിയർ ചെയ്യുന്നു. അവരെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു. ബിജിനെയൊക്കെ എടുത്തിട്ട് റോമൻ റിയൻസ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഷെയ്മസിനെ എടുത്ത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ജോ ഹെൻറിയെയും റോമൻ റിയൻസ് തന്നെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജോ ഹെൻറി എലിമിനേറ്റ് ചെയ്ത് ഇങ്ങനെ തിരിയുന്ന സമയത്താണ് ബ്രോൺ ബ്രേക്കർ റോമൻ റിയൻസ് ഫേസ് ടു ഫേസ് വരുന്നത്. ഇരുവരും സ്പിയർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടി റോമൻ സ്പിയർ ചെയ്യുമെന്ന് തോന്നിപ്പിച്ചു. പക്ഷേ ബ്രോൺ ബ്രേക്കറാണ് അവിടെ സ്പിയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചത്. അപ്പോൾ ജിമ്മി യൂസോ കൈ കൊടുത്ത് റോമൻ റീൻസിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ജിമ്മി യൂസയെ ജേക്കബ് ഫാറ്റും എടുത്ത് പുറത്തേക്ക് ഇടുന്നു. അങ്ങനെ ജേക്കബ് ഫാറ്റും റോമൻ റീൻസും ഫേസ് ടു ഫേസ് വരുന്നു. ഇരുവരും തമ്മിലുള്ള ഒരു ചെറിയൊരു ഫൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. 17ാമത്തെ റെസ്ലറായിക്കൊണ്ട് ഡ്രൂ മാക്കൻഡയർ വരുന്നു. ഡ്രൂ മാക്കൻഡയർ വന്നിട്ട് റോമൻ റീൻസിനെ ആക്രമിക്കുന്നുണ്ട്. ജേക്കബ് ഫാറ്റും ഡ്രൂ മാക്കൻഡയറും ചേർന്നുകൊണ്ട് റോമൻ റീൻസിനെ ആക്രമിക്കുന്നു. അതിനുശേഷം ജേക്കബ് ഫാറ്റും ഡ്രൂ മാക്കൻഡയർ തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണാൻ സാധിക്കുന്നു. പിന്നീട് ഷിൻസ്കെ നാക്കമോറ എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ്റെ എൻട്രിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഷിൻസ്കെ നാക്കമോറയും പെൻഡയും ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻറ്റ് കാണാൻ സാധിച്ചു. അതിന് ഇടയിൽ പെൻഡയെ പുറത്താക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. പെൻഡയെ പുറത്താക്കുന്നത് ഫിൻ ബാലറാണ്. അങ്ങനെ ഫിൻ ബാലറും കൂടി മത്സരത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ജെ ഊസോയൊക്കെ വരുന്നു. ജെ ഊസോയും ജേക്കബ് ഫാറ്റും തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അതിനിടയിൽ ഷിൻസ്കെ നാക്കമോറയും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് AJ സ്റ്റൈൽസിൻ്റെ ഒരു വരവ്, AJ സ്റ്റൈൽസിൻ്റെ ഒരു തിരിച്ചുവരവ് ഒക്ടോബർ മാസത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചു. AJ സ്റ്റൈൽസിൻ്റെ പഴയ തീം സോങ്ങിലൂടെ പഴയ ഒരു ക്യാരക്ടർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ചുവരവാണ് താരം നടത്തിയിരിക്കുന്നത്. അങ്ങനെ AJ സ്റ്റൈൽസും റോമൻ റീൻസും തമ്മിലുള്ള ചെറിയ ചെറിയ ഫൈറ്റ്സ് കാണാൻ സാധിച്ചു. ജേക്കബ് ഫാറ്റും AJ സ്റ്റൈൽസും തമ്മിലുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സ് കാണാൻ സാധിച്ചു. 22ാമത്തെ റെസ്ലറായിക്കൊണ്ട് ബ്രോൺ സ്ട്രോമൻ വരുന്നു. അവിടെ മത്സരം ഒന്നുകൂടി മാറുന്നുണ്ട്. ബ്രോൺ സ്ട്രോമൻ വന്നിട്ട് ജേക്കബ് ഫാറ്റുമായിട്ടുള്ള ഒരു ഫൈറ്റ് കാണാൻ സാധിക്കുന്നു. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ ഉണ്ടായതിൻ്റെ പിറകെ വന്ന ഒരു റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ജേക്കബ് ഫാറ്റുവിനെ പുറത്താക്കുന്നത് ബ്രോൺ സ്ട്രോമൻ ആയിരുന്നു. അതിൽ ഫ്രസ്ട്രേഷനിൽ ഈ കമൻറ്റേഴ്സ് ടേബിളിലെ എല്ലാ സ്ക്രീനുകളും ജേക്കബ് ഫാറ്റു എടുത്തെറിയുന്നു. ആ ചെയർ എടുത്തുകൊണ്ട് റിങ്ങിലേക്ക് എറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ബ്രോൺ സ്ട്രോമനെ ഫിൻ ബെലർ, AJ സ്റ്റൈൽസ്, ഡ്രൂ മാക്കൻഡയറൊക്കെ
കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു. 23ാമത്തെ റെസ്ലറായിക്കൊണ്ട് ജോൺസനെയും കൂടി ആ ഒരു റിങ്ങിലേക്ക് വരുന്നു. ജോൺസനെ വന്നതിന് ശേഷം ബ്രോൺ സ്ട്രോമനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓടി വന്ന ബ്രോൺ സ്ട്രോമൻ ആ ഒരു ഒപ്പൊന്ന് താഴ്ത്തി കൊടുത്തപ്പോൾ റിങ്ങിൻ്റെ വെളിയിലേക്ക് വിടുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഫിൻ ബാലറിനെയും ജോൺസന എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് റിങ്ങിലേക്ക് കയറി റോമൻ റീൻസും ജോൺസനെയും ഫേസ് ടു ഫേസ് വരുന്നു. അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആരംഭിക്കുന്നതിന് മുൻപ് സി എം പങ്കിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നു. സി എം പങ്കും കൂടി റിങ്ങിലേക്ക് വരുന്നു. ഇവർ 3 പേരും കൂടിയുള്ള ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്ന് തോന്നിപ്പിച്ച സമയത്ത് 25ാമത്തെ എൻട്രി ആയിക്കൊണ്ട് സെത്ത് റോളിൻസിൻ്റെ മ്യൂസിക്കും പ്ലേ ആകുന്നു. സെത്തും കൂടി റിങ്ങിലേക്ക് വരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു കൂട്ടപ്പൊരിച്ചിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ 4 റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ്. അവിടേക്ക് ഡ്രൂ മാക്കൻഡയറും ഏജ് സ്റ്റൈൽസും കൂടി ജോയിൻ ചെയ്യുന്നതോടുകൂടി വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് 26ാമത്തെ എൻട്രി ആയിക്കൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോ ആണ് വന്നത്. അതായത് കുറേയധികം ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള റെസ്ലേഴ്സ് വന്ന സമയത്ത് ഡൊമിനിക്കിനെ പോലെയുള്ള ക്രൗഡ് ഹെയ്റ്റ് ചെയ്യുന്ന ഒരു റെസ്ലറിനെ ഇറക്കി വിടുമ്പോൾ ആ മൊമെൻ്റൊക്കെ റെസ്ലിംഗ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഡൊമിനിക്ക് വന്നപ്പോൾ ഡൊമിനിക്കിന് വലിയൊരു കൂവലൊക്കെ കിട്ടിയെങ്കിലും താരം വന്ന ഉടനെ തന്നെ ഫ്രോഗ് സ്പ്ലാഷ് കൊടുത്തുകൊണ്ട് ജോൺസനെതിരെ ഒരു മൂവ് ചെയ്യുന്നു. പിന്നീട് സാമിജയുടെ ഒരു എൻട്രി കാണാൻ സാധിച്ചു. സാമിജയിൽ വന്നിട്ട് ഡ്രൂ മാക്കൻഡയർ അതുപോലെ തന്നെ സെത്ത് റോളിൻസ് ഇവർക്ക് എറിയാൻ ഹുലുവൊക്കെ കൊടുത്തുകൊണ്ട് ആക്രമണം നടത്തുന്നുണ്ട്. അതിനുശേഷം സാമി ജെയിന് അങ്ങനെ ഒരു ആധിപത്യം നേടി നിൽക്കുന്ന സമയത്താണ് 28ാമത്തെ എൻട്രൻ്റായി ഡാമിൻ പ്രീസ്റ്റ് റിങ്ങിലേക്ക് വരുന്നത്. ഡാമിൻ പ്രീസ്റ്റ് വന്ന് ഡൊമിനിക് മിസ്റ്റീരിയോക്കെതിരെ ആ ചോക്ക് സ്ലാം ചെയ്യുന്നു. അതിനുശേഷം ഡൊമിനിക് മിസ്റ്റീരിയോയെയും ഡാമിൻ പ്രീസ്റ്റ് എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം സാമി ജെയിനെ മനഃപൂർവ്വമല്ലാതെ ജെ ഊസോ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് സാമി ജെയിനിൽ വലിയൊരു നിരാശ ഉണ്ടാക്കുന്നു, വലിയൊരു ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. 29ാമത്തെ എൻട്രി ആയിക്കൊണ്ട് LA നൈറ്റിനെയാണെന്ന് പിന്നീട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. 30ാമത്തെ എൻട്രി ആയിക്കൊണ്ട് ലോഗൻ പോളും കൂടി വരുന്നു. ഡ്രൂ മാക്കൻഡയറിനെ ഡാമിൻ പ്രീസ്റ്റ് പുറത്താക്കുക എന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ലോഗൻ പോൾ LA നൈറ്റ് പുറത്താക്കിയെന്ന് തോന്നിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ലോഗൻ പോൾ നേരെ പോകുന്നത് കമൻറ്ററി സ്റ്റേബിളിലേക്കാണ്. പിന്നീട് ആ ഒരു ബാരിക്കേഡിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. നല്ലൊരു അവസരം മുതലാക്കിക്കൊണ്ട് റിങ്ങിലേക്ക് തിരികെ കയറാൻ വേണ്ടിയിട്ട്. പിന്നീട് ഡാമിൻ പ്രീസ്റ്റും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് LA നൈറ്റിനെ AJ സ്റ്റൈൽസ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ലോഗൻ പോൾ AJ സ്റ്റൈൽസിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റിങ്ങിൽ അവശേഷിക്കുന്നത് 6 റെസ്ലേഴ്സാണ്. CM പങ്ക്, ലോഗൻ പോൾ, ജോൺസന, സെത്ത് റോളിൻസ്, റോമൻ റീൻസ്, ജെ ഊസോ. അവിടെ ജോൺസനെതിരെ കർബ് സ്റ്റോമ്പൊക്കെ കൊടുത്തുകൊണ്ട് സെത്ത് റോളിൻസ് ആക്രമണം നടത്തുന്നുണ്ട്. സെത്തും റോമനും ഫേസ് ടു ഫേസ് വരുന്ന മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം സെത്തിനെ റോമൻ റീൻസിനെ സെത്തും ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുമെന്നുള്ളൊരു ഘട്ടം വരുന്ന ഒരു സമയത്താണ് CM പങ്ക് ഇരുവരെയും ഒരുമിച്ച് എലിമിനേറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെ ലോഗൻ പോൾ CM പങ്കിനെ എലിമിനേറ്റ് ചെയ്യുന്നു. CM പങ്കിനെ എലിമിനേറ്റ് ചെയ്ത് ലോഗൻ പോൾ ഇതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പിന്നീട് റിങ്ങിന് പുറത്ത്, അതായത് മത്സരത്തിൽ എലിമിനേറ്റ് ചെയ്യപ്പെട്ട സെത്ത് റോമൻ റീൻസിനെ കർബ് സ്റ്റോംപ് ചെയ്യുന്നു. സെത്തും പങ്കും തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണാൻ സാധിച്ചു. ആ ഒരു ഫൈറ്റിൽ ഒഫീഷ്യൽസ് വന്ന് ഇരുവരെയും പിടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ തിരികെ പോയി പിന്നെയും വന്ന സെത്ത് റോളിൻസ് ഒരിക്കൽ കൂടി അതും സ്റ്റീൽ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് റോമൻ റീൻസിനെതിരെ കർബ് സ്റ്റോംപ് കൊടുത്ത് ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഫ്രസ്ട്രേഷനിലോട് കൂടിയിട്ട് CM പങ്ക് ആ ഒരു റിങ്ങിൻ്റെ ബാരിക്കേഡിലൂടെ അങ്ങനെ പുറത്തേക്ക് പോകുന്നു. സെത്താണെങ്കിൽ എൻട്രൻസ് റാമിലൂടെ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നു. അങ്ങനെ മത്സരം അവശേഷിക്കുന്നത് 3 റെസ്ലേഴ്സിലാണ്. ലോഗൻ പോളും, ജെ ഊസോ, ജോൺ സിന. അതിൽ ജെ ഊസോ, ലോഗൻ പോൾ തുടങ്ങിയവർക്കെതിരെ ജോൺ സിന അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് 2 റെസ്ലേഴ്സിനെയും ഒരുമിച്ച് ഉപയോഗിക്കുമെന്ന് തോന്നിപ്പിച്ചു. പക്ഷേ ജെ ഊസോ മുകളിൽ നിന്ന് ഇറങ്ങി ഒരു സൂപ്പർ കിക്ക് ലോഗൻ പോളിന് കൊടുക്കുന്നു. ലോഗൻ പോൾ ആ ഒരു റോപ്പിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ജോൺ സിന ഓടി വന്നുകൊണ്ട് ക്ലോസ് ലൈൻ കൊടുത്തുകൊണ്ട് ലോഗൻ പോളിനെയും പുറത്താക്കുന്നു. അതിനുശേഷം റിങ്ങിലേക്ക് തിരിഞ്ഞ ജോൺ സിന, ജെ ഊസോ തുടങ്ങിയവർ ഫേസ് ടു ഫേസ് വരുന്നതും കുറേയധികം നിമിഷം കുറച്ചധികം പഞ്ചുകളും കിക്കുകളും സൂപ്പർ കിക്കുകളും കൊടുത്തുകൊണ്ട് മത്സരം ആ ഒരു റിങ്ങിൻ്റെ ഏപ്രോണിലേക്ക് എത്തുന്നു. അവിടെ ജോൺസിനെ വിടാൻ പോകുന്ന പോലെയൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മൊമെൻറ്റിലാണ് ജോൺസിനെ ജെ ഊസോ തള്ളിയിടുന്നത്. ജോൺസിനെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടിരുന്നില്ല ആ ഒരു മൊമെൻറ്റ്. പെട്ടെന്ന് കണ്ടാൽ നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റ് തെറ്റി ജോൺസിനെ എലിമിനേറ്റ് ആയതാണോ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. യഥാർത്ഥ പ്ലാനും ജെ ഊസോയെ വിജയിപ്പിക്കാൻ തന്നെയായിരുന്നു. ജെ ഊസോയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റോട് കൂടി റോയൽ റംബിൾ 2025 അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു മെൻസ് റോയൽ റംബിളിൽ. നമ്മൾ ഒട്ടും വിചാരിച്ചില്ല. നമ്മൾ പ്രതീക്ഷിച്ച റെസ്ലേഴ്സ് വിജയിക്കാത്തത് കൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.